അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മീ വിത്ത് മൈ ഗേൾസ്. അപ്പോൾ ഉണ്ടല്ലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ഒന്നുമില്ല, ഞാൻ ചെറിയൊരു വ്ളോഗാക്കിയിട്ട് ഇട്ടതാട്ടാ. അപ്പോൾ റെസിപ്പി വീഡിയോ പ്രതീക്ഷിച്ച് വരുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സലാലയിൽ വീണ്ടും ഒരു ഖരീഫ് ടൈം വന്നിരിക്കുകയാണ്. ഖരീഫ് എന്ന് പറഞ്ഞാൽ തിരിയാത്ത ആൾക്കാർക്ക് ഇവിടെ സലാലയിലെ മെയിൻ സീസൺ ടൈമാണ് ഈ ഖരീഫ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള അറബ് കൺട്രീസിലൊക്കെ ഭയങ്കര ചൂടുള്ള സമയത്ത് ഇവിടെ ഒമാനിൽ സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു ടൈമിൽ നല്ലൊരു കാലാവസ്ഥ ഉണ്ടാവും. ഈ നല്ലൊരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ ഭയങ്കര കോടയും തണുപ്പും ഈ നല്ല പച്ച പുതച്ച മലകളും അങ്ങനെയായിട്ടുണ്ടാവുക. മെയിനായിട്ട് ഈ ഒരു ചാറ്റൽ മഴ സമയത്തട്ട ഈ ജബലുകളൊക്കെ നല്ലപോലെ പച്ച പുതക്കാനും അതുപോലെ തന്നെ നല്ലപോലെ മരങ്ങളൊക്കെ പച്ച പിടിക്കാനൊക്കെ തുടങ്ങാം. ഈ ഒരു ടൈമിൽ മാത്രമായിട്ടാ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു 1, 2, 3 മാസം മാത്രം ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ മൊത്തമായിട്ട് ഒരു മരുഭൂമി, ഒരു പാറക്കെട്ട് പോലെയാട്ടാ ഇവിടെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അറബ് കൺട്രീസിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. അതാണ് സലാല സീസൺ ടൈം. പക്ഷേ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഇത് 1-2 സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇപ്പം നമ്മൾ വാദി ദർബാദിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ജബൽ കയറിയിട്ട് പോകട്ടെ. നമ്മളിപ്പോൾ സലാലയിൽ ഇങ്ങ് ടൗണിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ചോരൊക്കെ കയറി അങ്ങ് മേലെ ജബലിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മേലെ എത്തിയ സമയത്ത് നിസ്കാരത്തിൻ്റെ സമയനും അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയനും കേട്ടോ. വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ജുമക്ക് വേണ്ടിയിട്ട് തൈക്കലും പോയത്. അപ്പോൾ ഓല് ജുമയെല്ലാം കഴിഞ്ഞ് വരുന്നവരെ ഞാൻ കാറിൽ തന്നെ ഇരുന്നേട്ടാ. കാറിൽ ഇരുന്നിട്ട് പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനും അതെല്ലാം തിന്ന് അങ്ങനെ ഇത് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ വന്നതാട്ടാ. പക്ഷെങ്കിൽ ആടെ ഒരു പുകയും മണ്ണാങ്കട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും ഇല്ല കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും ആയി വരുന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു 2 ജബലിൻ്റെ ഇടയിലൂടെ തന്നെ ഒരു വെള്ളച്ചാട്ടം വരേണ്ടതാട്ടാ. അതിൻ്റെ അടയാളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വ്യൂ കിട്ടേണ്ട ഒരു സ്ഥലമാട്ടാ. പക്ഷെങ്കിൽ നമ്മൾ പോയോണ്ടാണോ എന്നറിയില്ല, ഒന്നും ആയില്ല കേട്ടാ. ഭയങ്കര ഷോകേനും. വെള്ളം വരുവാടുന്നുണ്ടാ ഒരു വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് പോയി നമ്മളുണ്ടല്ലോ. വെള്ളച്ചാട്ടം പോയിട്ടൊരു പാറ്റിനെ പോലും കാണാൻ പറ്റിയില്ല എന്ന സത്യാവസ്ഥ കേട്ടാ. സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടേണ്ടതാ. പക്ഷെങ്കിൽ എന്താണാവോ എന്തോ ആയിനില്ല ഒന്നും. പിന്നെ എന്നെപ്പോലെ ഭയങ്കര ഹൈറ്റിനെ പേടിയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ പോകുന്നത് നല്ലോണം പേടിയാകും കേട്ടോ. നല്ല ഹൈറ്റിലായിട്ടുള്ളത് ആഴത്തിലുള്ള ഒരു ഭാഗമായിട്ട് ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആടുന്ന് വേഗം ഇങ്ങ് പോന്ന്. എന്തായാലും ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോകാൻ വിചാരിച്ചെടുത്ത് ഇനിയിപ്പം നേരെ വാദി ദർബാദിലേക്ക് തന്നെ വിട്ടാം. അവിടെ ആകുമ്പം എല്ലാ ടൈമിലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഭാഗ്യം പോലെയാട്ടാ. സംഭവത്തിൽ ഇത് ഫസ്റ്റ് തുടങ്ങിയൊരു സമയമാട്ടെ ഇത്. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നേരെ വാദി ദർബാദിലേക്കാട്ടാ പിന്നെ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇത് കാലാവസ്ഥയൊക്കെ മാറിയട്ടെ. ഭയങ്കര കോടയായി തുടങ്ങി, അതുപോലെ തന്നെ നല്ല തണുപ്പായി, മഴ പെയ്യാൻ തുടങ്ങി, അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. പക്ഷേ മഴ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മഴയല്ല കേട്ടോ. ഇവിടെ ഒരു മഞ്ഞൊക്കെ വീഴുന്ന പോലത്തെ ഒരു മഴയാട്ടാ. ചില സ്ഥലത്തുനിന്ന് നമ്മൾ മുന്നിൽ വരുന്ന വണ്ടീനെ കാണാൻ പറ്റാത്തത്ര കോടയിലായിരിക്കും കേട്ടോ ഉള്ളത്. ചില സ്ഥലത്ത് ഇതുപോലെ തന്നെ 2 രീതിക്കുള്ള, ചില സ്ഥലത്ത് കോടയൊന്നും ഇല്ല, ചില സ്ഥലത്ത് നല്ല കോടയാണ്, അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വാദി ദർബാദിലേക്ക് എത്താറായി കേട്ടോ ഇപ്പം തന്നെ. അങ്ങനെ നമ്മൾ വാദി ദർബാദിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻട്രൻസ് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ കറക്റ്റ് പ്ലേസ് എത്തും. ഭയങ്കര ആളേനും കിട്ടുക, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സീസണൊന്നും ആയി തുടങ്ങിയിട്ടില്ല, എന്നാലും നല്ല ആളുണ്ടേനും. വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേനും കേട്ടോ. പല കൺട്രീസിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ മുന്നിലുണ്ടാവുക. സൗദി ആയിരിക്കും, ഖത്തറായിരിക്കും, അങ്ങനെയല്ലേ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കും അഥവാ ഓല് പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ചിലതൊന്നും എടുത്തിനില്ല കേട്ടോ.
കേട്ടോ. അപ്പോൾ എൻട്രൻസ് ഭാഗമായത്. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ മുന്നേ തന്നെ മാനിനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട്. മറിയൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഓളും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അതിനെ തൊടുവും പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും സങ്കടം തോന്നി കേട്ടോ ഇങ്ങനെ നിന്നേരം. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ കൊമ്പൊക്കെ പിടിച്ച് തിരിക്കുന്ന കണ്ടിന്. മറിയ പോയേരം മുതൽ അതിൻ്റെ പേക്കെ തന്നെയാണ് കിട്ടുള്ളത്. പിന്നെ അതിന് പുല്ല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളി കളിക്കുന്നുണ്ടേനും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പുല്ലൊക്കെ കൊടുക്കാനെല്ലാം സമ്മതിച്ചേട്ടവള. പിന്നെ അത് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇടങ്ങാറക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ആൾക്കാരോട് എന്നാ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെയെല്ലാം ഇങ്ങനെ നോക്കി നിന്ന് ബോട്ടിങ് ഉണ്ടേനും. ബോട്ടിൽ കയറണോ വേണ്ടിയോ എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിനേനും. കാരണം അത്ര അധികം പിന്നെ ടൈമൊന്നും ഈ ബോട്ടിങ്ങിന് ഇല്ല കേട്ടോ. ചെറിയൊരു സ്ഥലത്തൂടെ തന്നെ മാത്രം ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ കയറണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയത്തിന്മേലുള്ളത്. ഇവിടെ പല ടൈപ്പിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ സാധാ മാനുവലായിട്ട് നമ്മൾ ചേട്ടുന്നതുണ്ട്, അതുപോലെ തന്നെ ബാറ്ററീൻ്റെ മുകളിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഈ താറാവിൻ്റെ മോഡലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് വെള്ളത്തിലൂടെ നീന്തുന്ന താറാവും ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന പോലത്തെ അല്ല, വേറെ തന്നെ ഒരു സ്റ്റൈലില്ല കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ നാട്ടിൽ, ഞാൻ അങ്ങനത്തെ ഒന്നും കാണലില്ല. എന്തിനാ വലിയ നട്ടുവച്ചൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തിച്ച് വെച്ചാൽ ഞാൻ ചിന്തിച്ചിന് കേട്ടാ. എന്തിനാന്നറിയില്ല, ഞാൻ പോയര മുതലേ കത്തുന്നുണ്ട്, വരുമോ കത്തുന്നുണ്ട്, ആർക്കറിയാം. പിന്നെ അങ്ങനെ കത്തുന്ന കാണാൻ ഒരു രസം അത്ര തന്നെ. പിന്നെ ഇവിടെ കുതിരയൊക്കെ ഉണ്ടേനും കേട്ടാ. കുതിരക്കൊന്നും തീരെ വൃത്തിയൊന്നും ഇല്ലേനും, കാണുമ്പോൾ എന്തോ ആകുന്നുണ്ടേനും. പിന്നെ ഇതുപോലത്തെ കോട്ടേജൊക്കെ പോലത്തെ അങ്ങനത്തെ ചെറിയൊരു ഹട്ട് പോലെയൊക്കെ ഉണ്ടേനും കേട്ടാ. അങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ ഒരു അടിപൊളി കഫയും കാര്യങ്ങളും അങ്ങനത്തെ ഇല്ലുണ്ട് കേട്ടോ. ഒരു പാറേൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു കഫയും അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അടിപൊളി പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയറണോ വേണ്ടിയോ എന്ന് ചിന്തിച്ച് ലാസ്റ്റ് മറിയൂന് എന്തായാലും കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി കേട്ടാ. പക്ഷേങ്കിൽ ഒക്കെ വലിയ തെളിച്ചൊന്നുമില്ല. അപ്പോൾ ഉദ്ദേശിച്ച ബോട്ട് ആ ബ്ലൂ കളറിലുള്ളത് കേട്ടാ. അത് നമ്മൾ ചവിട്ടിയിട്ട് പോകണം. ചവിട്ടിയിട്ട് പോകുന്നതിൻ്റെ അനുഭവം കുറേ പ്രാവശ്യം അനുഭവിച്ചോണ്ട് തന്നെ അതെടുക്കാനുള്ള ധൈര്യം മുന്നോട്ട് വന്നില്ല കേട്ടാ. സംഭവം രസമുണ്ട്, എന്നാൽ വലിയ രസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ കരക്ക് കാണുന്നത് തന്നെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ടിങ് വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അധികം കുറേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോവില്ല. ഈ ഒരു പിന്നെ സ്ഥലത്ത് തന്നെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങ് പോരും, അത്ര തന്നെ. പിന്നെ അടിപൊളി വ്യൂ കിട്ടും, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാശ്മീരിലൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിന്, കാശ്മീരിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ബോട്ടിൽ പോകുന്നതൊക്കെ കണ്ടിന് കേട്ടോ, ലേക്കിലൂടെ തന്നെ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ കാണാൻ എല്ലാവരും രസമുണ്ട്. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ മെല്ലെ ഇങ്ങനെ തിരിക്കും കേട്ടോ. മെല്ലെ തിരിച്ചിട്ട് നല്ല രസമുണ്ടാകും. ഇങ്ങനെ തിരിച്ചിട്ട് വരുന്ന സമയത്ത് ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടാകും. അങ്ങനെ തിരിച്ചിട്ട് നേരെ ഇങ്ങനെ പോരും, അങ്ങനെ ചെയ്യാം. പിന്നെ വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ. നമുക്ക് അടി വരെ കാണാൻ പറ്റും, അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളേനും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പോകുമ്പം പ്രത്യേകിച്ചൊരു രസം ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ ഇതേ വെള്ളത്തിലൂടെ തന്നെ കുറേ താറാവെല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം ബോട്ടാട്ടാ. ഇതെല്ലാം നമ്മൾ ചവിട്ടിയിട്ട് പോകണം. അതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തേൽ പോകാൻ മടി. കാരണം ഈ ചവിട്ടി തുടങ്ങിയാലുണ്ടല്ലോ അന്നേരം തിരിയും അതിൻ്റെ വിഷമം. ഇത് എടുക്കുമ്പം അത്ര വിഷമം തോന്നില്ല, ചവിട്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ വിഷമം തിരിയും. അതെനിക്ക് കുറേ പ്രാവശ്യം കിട്ടിയതാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ചവിട്ടുന്നേ കയറാൻ ഭയങ്കര മടിയാണ്. ഞാനിങ്ങനെ ചവിട്ടി പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ബാക്കിൽ തന്നെ എന്നെ കൂട്ടാൻ ആരെങ്കിലും വരേണ്ടി വരും കേട്ടോ. അല്ലാണ്ട് ഞാൻ ചവിട്ടിയിട്ട് എന്തായാലും കരക്കെത്തുന്ന കാര്യമൊന്നും ഉറപ്പില്ല. പിന്നെ ഇതാവുമ്പം നമുക്ക് നല്ല ആസ്വദിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാം. ചവിട്ടുമ്പോൾ നമ്മളെ മൊത്തം കോൺസെൻട്രേഷനും അതിലേക്ക് അങ്ങ് പോകും. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ ആസ്വദിച്ച് മെല്ലെ ഇങ്ങനെ കരയ്ക്കേക്ക് അടുപ്പിക്കാൻ പോകുന്ന സമയത്ത് ആ ബോട്ടിലുള്ള ഓറ് പറഞ്ഞ് വീഡിയോ വേണമെങ്കിൽ എടുത്തു തരാം കേട്ടോ. അങ്ങനെ ഓറെ കൊണ്ട് എടുപ്പിച്ചതാട്ടോ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ മാത്രം കിട്ടി. ഈ വീഡിയോ എടുക്കേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഓറിതാ ബോട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന. പിന്നെ എനിക്ക് തല ചുറ്റാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ പറയൽ തുടങ്ങി കേട്ടോ, മതിയെന്ന്. പിന്നെ നമ്മൾ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ ലൈറ്റായിട്ട് ഐസ്ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ട് മെല്ലെ ജബൽ ഇറങ്ങിയിട്ട് ഇങ്ങ് പോകുന്ന കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഇവിടെയെല്ലാം ഇരുന്നിട്ട് ഓരോരുത്തരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടേനും. പിന്നെ നമ്മൾ വേഗം നേരെ ചൗക്കിലേക്ക് തന്നെ പോകുന്ന കേട്ടോ. പിന്നെ നമുക്ക് ഫുഡൊന്നും കിട്ടാണ്ടാവും. അങ്ങനെ വന്നിട്ട് നമ്മളിവിടുന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് മന്തിയാണ് കേട്ടോ കഴിച്ചത്. മന്തിയും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ അൽഫാമ കഴിച്ചത്, അതും കഴിച്ചിട്ട് പിന്നെ മെല്ലെ റൂമിലേക്ക് ഇങ്ങ് പോകുന്ന കേട്ടോ.
നമ്മൾ ഇതിൻ്റെ ജബലിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ആടെയൊന്നും പിന്നെ മതിയാർക്കൊരു ഫുഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റഡ് ഒരു ഫുഡൊന്നും കിട്ടൂല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറേ ആയി, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേ ആയി കേട്ടോ. ഒന്നാമത് എനിക്ക് റെസിപ്പി വീഡിയോ ചെയ്യാനുള്ള കമൻസാണ് കുറേ ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോരുത്തർ ഓരോന്ന് ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് അതങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, ഒരു വ്ളോഗ് എടുക്കുന്നതിനെക്കാട്ട് എത്രയോ സുഖം തന്നെയാട്ടോ നമ്മൾ ഈ റെസിപ്പി വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിലും അധികം പണിയില്ല, റെസിപ്പി വീഡിയോ ചെയ്യാനും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഈ വ്ളോഗ് ഇടുമ്പോൾ ഭയങ്കര എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.